അങ്ങനെ ഓഫീസ് വിട്ട ശേഷം ഞങ്ങൾ പോയത് മകരച്ചുവ മഹോത്സവം കാണാനാണ്. അത് എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കും. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. അടിപൊളിയായിരുന്നു. എത്ര ആനകളായിരുന്നു എന്നറിയോ, ഒരുപാട് പേര് കേട്ടോ. വഴിയോരത്തൊക്കെ ഇങ്ങനെ കണ്ടു. ഇത് പീച്ച് റോഡിൽ വെച്ചിട്ടാണ് ഈ ചെണ്ടമേളം ഉണ്ടായത്. അല്ല, ഒരുപാട് പേര് താളത്തിനൊത്ത് ആടുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് വേറെ നാട്ടിലൊക്കെ പോകുമ്പോൾ ആ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ ആഘോഷിക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മൾക്ക് എന്താ പറയുക, ആ ദേശത്തോടൊക്കെ ഒരു ഇണങ്ങിച്ചേർന്ന് ആ ദേശത്തെ നമുക്കൊന്ന് ഇഷ്ടപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ ഉത്സവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാറുണ്ട്. 1.5 വർഷമായി ബീച്ചിൽ താമസിക്കെങ്കിലും ആദ്യമായിട്ടാണ് കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. നല്ല രസമായിരുന്നു. വഴിയോരത്ത് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേരിങ്ങനെ കമ്മലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഞാനപ്പോൾ അവിടെ നോക്കി കോഴിക്കോടൻ അലുവയുണ്ടായിരുന്നു. ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ മോളെയും കൂടി ഓർത്തുപോയി. ഇതൊക്കെ കഴിക്കാൻ എൻ്റെ മോൾക്കാണ് കൂടുതൽ ആഗ്രഹമുള്ളത്. അതുകൊണ്ട് അങ്ങനെ വ്യത്യസ്ത നിറമുള്ള മുറുക്കുകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചേട്ടൻ കുറേ ഹൈഡ്രജൻ ബലൂണായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നു. ഞാനത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആനപ്പിണ്ടം കണ്ടപ്പോൾ ഒന്ന് ചവിട്ടി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചവിട്ടാൻ പറ്റിയില്ല. കുറേ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പൂരപ്പറമ്പിലെത്തി. എൻ്റെ പൊന്നേ, നല്ല ഗജവീരന്മാരായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ആനകൾ ഒരുമിച്ച് കാണുന്നത്. കേട്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഞാൻ എന്താ പറയുക, അനുഭവിച്ചറിയുന്നത് ഞാൻ അപ്പോഴാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോ ദേശത്തു നിന്നുമുള്ള ആനകൾ വന്നിട്ട് അങ്ങനെ ഓരോ ദേശത്തെ ആനകളും കൂടിച്ചേരുന്ന ഒരു അപൂർവ സംഗമ നിമിഷങ്ങളായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ആനകൾക്കും ഏത് ദേശത്തു നിന്നാണ് ആ ആന വന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരുപാട് പേരുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബീച്ചിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കിയത്. ഈ ആനകളുടെ ഫോട്ടോയിൽ ഉള്ള പേരുകൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ മാനന്തേരി പഞ്ചായത്തിലെ ഈ ചെമ്പൂത്ര മഹോത്സവം ഒരു എന്താ പറയുക, അതിഗംഭീരമായിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത്. അങ്ങനെ ഉത്സവത്തിന് വന്ന് എല്ലാവരും മുഖത്തും എന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് എത്ര ഹാപ്പി ആകുന്നു എന്ന് എനിക്കിങ്ങനെ ഇതുപോലത്തെ ഉത്സവങ്ങൾക്ക് പോയപ്പോഴാണ് മനസ്സിലായത്. പണ്ടൊക്കെ വീട്ടിലിങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദേശത്ത് പോയി അവിടുത്തെ ഉത്സവങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിക്കാനും അത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ നേരം ഗജവീരന്മാരെ ഇങ്ങനെ നോക്കി നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ സന്ധ്യയായപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം പോകാമെന്ന്. പ്രത്യേകിച്ച് ഇത് റെൻറ്റിനെടുത്ത വീടാണ്. അവിടെ കറക്റ്റ് സമയത്തിന് എത്തണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം അമ്പലത്തിലൊക്കെ കയറി അത് കഴിഞ്ഞ് വഴിയോരത്തൊന്ന് നടന്നു. ഇവിടെ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഈ ദേശക്കാർ മുഴുവനും ഇതുപോലെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമായിട്ടാണ് അവർ വീട് അലങ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ നടന്ന് NHലെത്തി. ഇതാണ് എൻ്റെ റെൻ്റ് ഹൗസ്. ഇവിടെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2 ദിവസമായി ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റെയർ കേസ് കയറി എൻ്റെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെമ്പൂത്ര ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ.